ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചികിത്സയിൽ ഭയങ്കരമായ മാറ്റം വന്ന് നമുക്കറിയാം. 1980-കളിൽ അൺട്രീറ്റബിൾ ആയിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന ഒരാൾ കിടപ്പാകുമായിരുന്നു. അതിൽ നിന്ന് മാറി നമ്മൾ 2000-ലേക്ക് എത്തിയപ്പോൾ ചികിത്സ വന്നു. ഇപ്പോൾ 2010 2020 റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരാൾ ചികിത്സ ചെയ്യാൻ സാധാരണ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും, ഒരു സംശയമില്ല. നമ്മൾ നേരെ സമയത്ത് ചികിത്സിച്ച് അസുഖം കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് അസുഖം കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യാൻ സാധിക്കും, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ശാസ്ത്രലോകം ചിന്തിച്ചു തുടങ്ങി, ക്യാൻ വി പ്രിവെൻറ്റ്, അതായത് ഈ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കുമോ? നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി കുറേ പഠനങ്ങൾ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ സന്ധിവേദന പോലെയുണ്ട്. ആർത്രാൾജിയ എന്ന് പറയും. ആർത്രൈറ്റിസ് കാണത്തില്ല ഇവർക്ക്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ സ്റ്റിഫ്നെസ്, ചെറിയ ഒരു ജോയിൻറ്റിൽ നീർക്കെട്ട് പോലെ ഉള്ളവർ, അവരെ നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് സന്ധികൾ നേരി വരുന്ന ആർത്രൈറ്റിസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, അതായത് അസുഖം വരുന്നതിന് മുമ്പിന് തടുത്തു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് പഠനത്തിന് വിഷയമായിട്ട് കുറേ മരുന്നുകൾ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും അത് ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തടുത്തു നിർത്താൻ സാധിക്കില്ല. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നുണ്ടെങ്കിൽ അത് വരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതായിരുന്നു പഠനങ്ങൾ കാണിച്ചത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒരു പഠനം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് അബാറ്റസെപ്റ്റ്, ഒരു പ്രത്യേക ടൈപ്പ് ബയോളജിക്കലാണ്. അബാറ്റസെപ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന്, ഈ മരുന്ന് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 12 മാസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നതിൻ്റെ റിസ്ക് വളരെ കുറയുന്നു. അതായത് ഈ അബാറ്റസെപ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന T സെൽ കോശങ്ങളാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ T സെൽ കോശങ്ങളെ പോയി അതിൻ്റെ ഒരു ഫംഗ്ഷനെ മോഡുലേറ്റ് ചെയ്തു, ഫംഗ്ഷനെ ശരിയാക്കി സാധാരണഗതിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ ആരെയും അവർ സ്റ്റഡി ചെയ്ത് ഇവർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാൻ സാധ്യത 220 പേരെ എടുത്തു. 220 പേരെ എടുത്ത് 120 പേർക്ക് ഈ അബാറ്റസെപ്റ്റ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്തു. 120 പേർക്ക് ഒന്നും കൊടുത്തില്ല, ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കാതെ അവരെ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് 12 മാസം കഴിഞ്ഞപ്പോൾ 2 പേരെ എല്ലാ മരുന്നും നിർത്തി പിന്നെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കൊല്ലത്തെ നീണ്ടു നിൽക്കുന്ന ഈ പഠനത്തിൽ കണ്ടുവന്നത്, ഈ അബാറ്റസെപ്റ്റ് കൊടുത്തവർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത, അത് ആമവാദം ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവരുടെ സന്ധികൾ നീര് വന്ന് വീർത്ത് സൈനോവൈറ്റിസ് ഒക്കെ വന്ന് നീർക്കെട്ട് വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. എത്ര കുറഞ്ഞു? 50% അടുപ്പിച്ച് 40-50% കുറഞ്ഞു എന്നുള്ളതാണ് ആ പഠനം സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ചെറിയ ഡ്യൂറേഷനിലേക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുള്ളവർ ചെറിയ ഡ്യൂറേഷൻ, ആദ്യത്തെ ഒരു 6 മാസമോ 8 മാസമോ ചികിത്സിച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ബെനിഫിറ്റ് നിൽക്കുന്നു. അത് അവരുടെ അസുഖത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നു, അല്ലെ അസുഖത്തെ തടുത്തു നിർത്താൻ സഹായിക്കുന്നു എന്നുള്ളത് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ ഒരു പഠനത്തിലൂടെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ഫലങ്ങൾ എനിക്ക് തോന്നുന്നു അടുത്ത 1-2 വർഷങ്ങളിലുള്ള നമുക്ക് വീണ്ടും മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? മുമ്പ് ഒരാൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവാണ്, ആൻറ്റി-CCP പോസിറ്റീവാണ്, എനിക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ സാധാരണ പറയുന്നത് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ചെയ്തിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ ചികിത്സിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സാധാരണ എല്ലാ ഗൈഡ് ലൈൻസും പറയുന്നത്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു പഠനത്തിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ എന്താണ്? ഈ ഒരു പഠനത്തിലൂടെ ഇങ്ങനെയുള്ള രോഗികളെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നതിൽ ഒരു പരിധിവരെയെങ്കിലും ഒരു 50% ആൾക്കാർക്കെങ്കിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാതെ നമുക്ക് നോക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഈ അബാറ്റസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ള ഇപ്പം മരുന്നുകളുടെ ബയോളജിക്കിലേക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബയോളജിക്കലാണ് ഈ അബാറ്റസെപ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇൻഫെക്ഷൻ റിസ്ക് ആണെങ്കിലും ലോങ് ടേം സൈഡ് എഫക്റ്റ് ആണെങ്കിലും എല്ലാം വളരെ നല്ല ഒരു മോളിക്യൂളാണ് അബാറ്റസെപ്റ്റ്.